ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നിശ്ചയമായി നമ്മുടെ കണ്ണുനീർ കാണുന്ന, നമ്മുടെ നിലവിളി കേൾക്കുന്ന, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന നല്ല കർത്താവ് ഇന്നും നമ്മോട് കൂടിയുണ്ട്. ആ കർത്താവിന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 142 സങ്കീർത്തനങ്ങൾ അതിന്റെ 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു, എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 4 കാര്യങ്ങൾ നാം വായിക്കുന്നു. 1, നിലവിളിക്കുന്നു, യാചിക്കുന്നു, പകരുന്നു, ബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാംസ് ചാപ്റ്റർ ആമേൻ Psalm 142 verse 1 and 2. I cried aloud to the Lord. I lifted up my voice to the Lord for mercy. I poured out before him my complaint. Before him I told my trouble. ആമേൻ. സ്തോത്രം. നമുക്ക് നിലവിളിക്കുവാൻ, യാചിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങളെ പകരുവാൻ, നമ്മുടെ കഷ്ടത ബോധിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലം ദൈവസന്നിധിയാണ്. ഏറ്റവും ഉത്തമമായ ഒരു വ്യക്തി, നമ്മെ സൃഷ്ടിച്ച, അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗത്തിന് മുമ്പ് നമ്മെ കണ്ട, നമ്മെ പേര് ചൊല്ലി വിളിച്ച, ഇന്ന് നമ്മെ കരുതുന്ന, നമ്മെ പുലർത്തുന്ന, നമ്മെ വഴി നടത്തുന്ന നമ്മുടെ അപ്പായാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ഇവിടെ നാം വായിക്കുന്നു സങ്കീർത്തനം ഏത് പശ്ചാത്തലത്തിൽ എഴുതിയെന്ന് നാം വായിക്കുന്നു. ദാവീദിന്റെ ഒരു ധ്യാനം, അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ദാവീദ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഗുഹയ്ക്കകത്തൊക്കെയും ഒളിച്ചിരിക്കേണ്ട സാഹചര്യങ്ങൾ തനിക്ക് വരുന്നത്. എന്നാൽ അവിടെ ആയിരുന്നുകൊണ്ട് താൻ ദൈവത്തോട് പറയുക, അപ്പാ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ യാചിക്കുന്നു. ആമേൻ. അങ്ങയുടെ സന്നിധിയിൽ എന്റെ സങ്കടത്തെ ഞാൻ പകരുന്നു, കഷ്ടത ബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കഷ്ടതകൾ നാം ആരോടും ബോധിപ്പിക്കണ്ട, നമ്മുടെ സങ്കടങ്ങൾ ആരോടും പകരണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ആമേൻ നമ്മുടെ ഹൃദയത്തെ പകരാമോ? നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് ആമേൻ ഹന്ന. പ്രൈസ് ദി ലോർഡ്. ശമൂവേലിന്റെ പുസ്തകം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-7 വചനങ്ങളിൽ നാം വായിക്കുമ്പോൾ, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അവനെ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. പ്രൈസ് ദി ലോർഡ്. ഹന്ന ഇവിടെ വളരെ വ്യസനിക്കുകയാ, കരയുക, പട്ടിണി കിടക്കുക. കാരണം എന്താ? അവൾക്ക് മക്കളില്ല. ആയതിനാൽ അവളുടെ പ്രതിയോഗി മുഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് മുഷിപ്പിക്കുന്നത്? കൂടുതലായിട്ട് മുഷിപ്പിക്കുന്നത് അവൾ ആലയത്തിൽ ചെല്ലുന്തോറും, ആലയത്തിൽ പോകുന്ന സമയത്തൊക്കെ ഒത്തിരി മുഷിപ്പിക്കുക. അവൾ അത് സ്തോത്രം ആണ്ടുതോറും അവൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പ്രിയ മക്കളെ, നാമം ദൈവസന്നിധിയിൽ വരുന്തോറും, ദൈവത്തോട് കൂടുതൽ അടുക്കുന്തോറും ചില മുഷിച്ചലുകൾ, വേദനകൾ, കണ്ണുനീരിന്റെ പ്രയാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, നിന്ദകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? ക്ഷീണിച്ചു പോകില്ല. ഞാൻ ദൈവത്തിന്റെ ആലയത്തിലേക്കല്ലേ പോകുന്നത്, ഞാൻ ദൈവസന്നിധിയിലല്ലേ പോകുന്നത്, ഞാൻ ദൈവത്തോട് അധികമായി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ അപ്പ വീണ്ടും ഇങ്ങനെ കടന്നു വരുന്നതെന്നോർത്ത് ഹൃദയം ക്ഷീണിച്ചു പോകരുത്. നിങ്ങളോട് തന്നെയാ കർത്താവ് സംസാരിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, യഹോവയാണ് അവളുടെ ഗർഭം അടച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കൾ, ഇന്ന് ചില വഴികൾ അടഞ്ഞത്, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത് ദൈവം അറിയാതെയല്ല. ഈ നാളുകൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതുപോലെ തന്നെയാണ് അവൾ വീണ്ടും ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു ചെല്ലുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 9-ാം വചനത്തിൽ വായിക്കുന്നവർ ശീലോയിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. എല്ലാവരും ആലയത്തിലേക്ക് വരുന്നു, അവർ തിന്നുന്നു, കുടിക്കുന്നു, അവർ സ്തോത്ര കാര്യങ്ങൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ആണ്ടുതോറും ചെയ്തു പോകുന്നത്. പക്ഷെ അന്ന് ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോവുക. ഹന്ന സ്തോത്രം ദൈവസന്നിധിയിൽ മനോവ്യസനത്തോടെ
പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അതുവരെ ഈ ഭവനത്തിൽ അവൾ പട്ടിണി കിടന്നു, കരഞ്ഞു. അതൊക്കെ ശരിയാ. പക്ഷെ ദൈവസ്ഥനത്തിൽ ദൈവ മുൻപാകെ അവൾ മാത്രം ഒറ്റയ്ക്ക് ആമേൻ സ്തോത്രം വളരെ കരയുകയാ. ആമേൻ സ്തോത്രം. ആരും അവൾ പഠിപ്പിച്ചതല്ല. ചില നേർച്ചകൾ നേർന്ന് അമ്മ തന്റെ വിഷയം വ്യക്തവും തിട്ടവുമായി ദൈവത്തോട് പറയുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ സംഭവിച്ചത് അവൻ പുരോഹിതനും വന്ന് മുഷിപ്പിക്കുക. അമ്മ സ്തോത്രം. പുതിയ നിയമത്തിലൊക്കെ നാം വായിക്കുമ്പോൾ സുവിശേഷത്തിലൊക്കെ അവിടെ സക്രിയ പ്രവാചകൻ അവിടെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ദൂതൻ പ്രത്യക്ഷനായി. സന്തോഷ വാർത്തയാണ് അവിടെ കേട്ടത്. അവൻ കൊർന്നേലിയോസ് ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ പ്രത്യക്ഷനായി. സദവർത്തമാനമാണ് കേട്ടത്. എന്റെ പ്രാർത്ഥനയോ യാചനയോ എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം സഭയുടെ ദൂതനായ ആമേൻ പുരോഹിതനായ ഏലി അവൻ പുരോഹിതൻ വന്ന് വീണ്ടും വേദനിപ്പിക്കുക, വീണ്ടും വിഷമിപ്പിക്കുക, അവൻ വ്യസനിപ്പിക്കുക. കാരണം ഏലിക്ക് തോന്നിപ്പോയി അവൾ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 16-ാം വചനത്തിൽ അമ്മേ സ്തോത്രം ഹന്ന പറയുന്നൊരു കാര്യമുണ്ട്. അമ്മേ സ്തോത്രം, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാവുന്നു സംസാരിച്ചത്. അപ്പോൾ അത്രമാത്രം സങ്കടവും വ്യസനവും നിറഞ്ഞ അനുഭവം ഇന്ന് ആരൊക്കെയോ അങ്ങനെ പുറത്തുപോലും ആരോട് പറയുവാൻ കഴിയാത്ത രീതിയിൽ വളരെ സങ്കടത്തോടും തിന്നു നിന്നുന്ന മനോവ്യസനത്തോടും ഭാരത്തോടും എനിക്ക് കേൾക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൾ ദൈവത്തോടെല്ലാം ഹൃദയം പകർന്ന് ആമെ കഷ്ടത ബോധിപ്പിച്ച് ദൈവത്തോടെല്ലാം പറഞ്ഞപ്പോൾ 18-ാം വചനത്തിൽ വായിക്കുന്നു, സ്ത്രീ തന്റെ വഴിക്ക് പോയി അവൾ ഭക്ഷണം കഴിച്ചു. പട്ടിണി കിടന്നില്ല, ഭക്ഷണം കഴിച്ചു. ആമേൻ. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അപ്പോൾ ഇന്ന് മുഖം വാടിയ മുഖത്തോടെ അമേ സ്തോത്രം, അവൻ എല്ലാ നിലകളിലും ക്ഷീണിച്ചും തളർന്നും കരഞ്ഞിരിക്കുന്നവരോട് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങൾ അവൻ ആലയത്തിലേക്ക് പോകുന്നു, വരുന്നു, പ്രാർത്ഥിക്കുന്നു, അവൻ ഒക്കെ ശരിയാണ്. പക്ഷെ വ്യക്തിപരമായി ദൈവത്തോട് ഇതുവരെയും ചെയ്യാത്ത രീതിയിൽ ഹൃദയം മുഴുവനുമായി പകർന്ന് കഷ്ടത ബോധിപ്പിച്ച് ഒരു സമർപ്പണത്തോടുകൂടി ദൈവത്തോട് അവൻ ഒന്ന് തുറന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ആ സമയത്ത് ദൈവ സമാധാനത്താൽ കർത്താവ് നമ്മെ നിറയ്ക്കും. ആമേൻ. സന്തോഷം കർത്താവ് നൽകും. പിന്നെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കുകയില്ല. 20-ാം വചനത്തിൽ വായിക്കുന്നു, യഹോവ അവളെ ഓർത്തു, അവൾക്കൊരു പുത്രസന്താനം ആമേൻ നൽകുവാനിടയായി തീർന്നു. എന്നാൽ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ട് സംസാരിച്ച സ്ത്രീ ഇപ്പോൾ 1 ശമൂവേൽ 2-ാം അധ്യായം 1-ാം വചനത്തിൽ അവൾ പ്രാർത്ഥിക്കുന്നു, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന, ദൈവസന്നിധിയിൽ സങ്കടം പകരുന്ന, കഷ്ടത ബോധിപ്പിക്കുന്ന, നിലവിളിക്കുന്ന, യാചിക്കുന്ന ആരും നിരാശരായി തീർന്നിട്ടില്ല, ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ താമസിച്ചായിരുന്നാലും അവൻ സ്തോത്രം കർത്താവ് നിശ്ചയമായി പ്രവർത്തിക്കും. ആയതിനാൽ വ്യക്തിപരമായി ആരും നമ്മുടെ കൂടില്ല എങ്കിലും ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. അമ്മയെ സ്തോത്രം. ഗർഭം അടച്ചിരുന്ന ദൈവത്തിന് അവൻ പിന്നെ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. ആ യഹോവ ഹന്നയെ ഓർത്തു. ഹന്നയുടെ ഗർഭത്തെ യഹോവ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഹന്നയ്ക്ക് ശമൂവേൽ പ്രവാചകന് മാത്രമല്ല ലഭിച്ചത്, അതിന് ശേഷവും യഹോവ ഹന്നയെ കടാക്ഷിച്ചു. 2-ാം അധ്യായം 21-ാം വചനത്തിൽ അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ വിചാരങ്ങളല്ല, നമ്മുടെ ചിന്തകൾ പോലുമല്ല സംഭവിക്കുന്നത്. ദൈവസ്ഥാനത്തെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമാ കർത്താവ് നാം വിചാരിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സർവശക്തനാണ്. ഈ നാളുകൾ വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നു, വഴിത്തലയ്ക്ക് തളർന്നിരിക്കും പൈതങ്ങൾക്ക് നിലവിളിക്കാം, നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നമുക്ക് കരയാം, നിലവിളിക്കാം, പ്രാർത്ഥിക്കാം. ദൈവസ്ഥാനത്തിൽ സങ്കടങ്ങളെ പകരാം. കർത്താവ് നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുന്നു, അറിയുന്നു. നിശ്ചയമായി നമ്മെ വിടിവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ ദൈവം സർവശക്തനാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സംസ്ഥ പിതാവെ, ഇന്നും വളരെ വ്യസനത്തോടും ഭാരത്തോടും കർത്താവ് മനോദുഃഖത്തോടും സങ്കടങ്ങളോടും കണ്ണുനീരോടും കർത്താവ് നിന്ദയുടെയും അപമാനത്തിന്റെയും പരിഹാസത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും നടുവിൽ വേദനയോടെയായിരിക്കുന്ന ഓരോ പ്രിയ വെള്ളങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, കർത്താവ് ദൈവസന്നിധിയിൽ അധികമായി സംസാരിക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെ പകരുന്നുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടെ ഇരുപ്പാൻ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. വാടിയ മുഖങ്ങളെല്ലാം പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ തന്റെ മക്കളെ ഓർത്ത്
ഞങ്ങളെ ഓർത്ത് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. അവൻ അനുഗ്രഹിക്കും. നിശ്ചയമായി കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യഹോവയുടെ രക്ഷയിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക. കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.